രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ തള്ളി യുവതിയുടെ മൊഴി. 2024 ഓഗസ്റ്റ് 22 വിവാഹിതയായെങ്കിലും 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു. പിന്നീട് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പരിചയപ്പെട്ടതെന്നും യുവതി മൊഴി നൽകി. യുവതിയുമായുള്ള ശബ്ദരേഖ തൻ്റേതെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. അതേസമയം യുവതിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ കനത്ത ആക്രമണമാണ് നടക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ താൻ പരിചയപ്പെട്ടത് ആദ്യ വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമെന്നാണ് പരാതിക്കാരിയായ യുവതിയുടെ മൊഴി. 2024 ഓഗസ്റ്റ് 22 തന്റെ വിവാഹം നടന്നത്. 4 ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു. വിവാഹിതയായിരിക്കെ രാഹുലുമായി ബന്ധമുണ്ടാക്കിയെന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്കിടയിലാണ് യുവതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ച തീയതികൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളാണ് യുവതി പോലീസിന് നൽകിയ 20 പേജ് മൊഴിയിലുള്ളത്. യുവതി വിവാഹിതയാണെന്നറിഞ്ഞാണ് അടുപ്പം തുടങ്ങിയതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യഹർജിയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഗർഭത്തിന് ഉത്തരവാദി താനല്ല, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ലെന്നും യുവതി സ്വമേധയാണ് ഗുളിക കഴിച്ചതെന്നുമാണ് രാഹുലിന്റെ വാദം. തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി യുവതി ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നുവെന്നും രാഹുൽ ആരോപിക്കുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്നതടക്കം 7 വകുപ്പുകളാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കൈമാറി. അതിനിടെ പരാതി നൽകിയ യുവതിക്ക് നേരെ കനത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇരയുടേതെന്ന തരത്തിൽ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുയായികൾ. വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പരാതിക്കാരിയായ യുവതി. യുവതിയെ അധിക്ഷേപിച്ച് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബിന്ദു ബിനുവും ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.